എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സാധാരണ കാണുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ഈസി ചിക്കൻ ഡിഷാണ്. അതായത് നല്ല എരിവും വാളംപുളിയും ശർക്കരയും ചേർത്തുള്ള ഒരു ടാമറിൻഡ് ജാഗറി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നോക്കിയാലോ. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1.5 ടീസ്പൂൺ സാദാ ജീരക പൗഡറാണ് എടുത്തിരിക്കുന്നത്, 1.5 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യമായ ഉപ്പ്, 1.5 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയും സാദാ മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടീസ്പൂൺ വിനീഗർ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് ഇത് ഒന്ന് ഫ്രീസറിൽ വെച്ച് വേഗം തന്നെ ഇതിൽ പിടിക്കാനായിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ വേഗം ഇതിൽ അരപ്പ് പിടിക്കും. അങ്ങനെ അരപ്പ് പിടിച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായി അടച്ച് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ പുരട്ടി വെച്ച ചിക്കൻ നമുക്ക് ഈ കുക്കറിലിട്ട് ഒരു സ്റ്റീം ഒന്ന് വരുത്തിയെടുക്കാം. അതായത് ഒന്ന് ചിക്കൻ മയപ്പെടുത്താൻ വേണ്ടി. ഇനി നമുക്കിത് പുരണ്ടിരിക്കണം അരപ്പ് ഒന്ന് നമുക്ക് പതുക്കെ ഒരു അരക്കപ്പാട്ടോ. വെള്ളം കൂടാൻ പാടില്ല. ശരിക്കും വെള്ളം ഒഴിക്കാതെ നമുക്കിത് വേവിക്കാവുന്നതാണ്. എന്നാലും നമുക്ക് ഒരു അല്പം വെള്ളം ഒഴിക്കാൻ, അടി പിടിക്കാതിരിക്കാൻ ചൂടാകുന്നവരെ ഒരല്പം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ചൂടായി കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, സ്റ്റീമൊക്കെ പോയി. ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റാം. ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ കൊടുക്കാം. ചിക്കൻ വറുക്കാൻ വേണ്ടി ചിക്കൻ എണ്ണ ചൂടായി കഴിയുമ്പം ചെറിയതായിട്ട് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. എണ്ണ ചൂടായി. ഇനി നമുക്ക് ചിക്കൻ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇതിൽ നിന്ന് കോരി മാറ്റാം. പാൻ വെച്ചു. ഇനി ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചൂടായി ഇതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഒരു 4 പച്ചമുളക് പൊളന്നിട്ടതാണ്. ഈ ഉണക്കമുളക് ഒരു 4-5 ഉണക്കമുളക് പൊളന്നിട്ടതാണ്, ഒടിച്ചിട്ടതാണ്. കുറച്ച് കറി ലീഫ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സാദാ ജീരകം പൊടിച്ചത്. സാദാ ജീരകം വാളംപുളിയാണ്. ഈ വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, ഞാൻ കുറച്ച് മാറ്റി വെക്കുകയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് അരിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി. ഇത് നമുക്ക് ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് ചേർക്കാം. ഒന്ന് തിളച്ച് കുറുകണം. ഇനി ഇതിൻ്റെ കൂടെയിട്ട് ഞാൻ ആ ചിക്കൻ വേവിച്ച അല്പം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിക്കുക.
നമ്മൾ അല്പം വെള്ളം ഒഴിച്ചാണല്ലോ വേവിച്ചത്. ആ വെള്ളം ഊറ്റിയെടുത്താണ് വറുത്തെടുത്തത്. അതും കൂടി ഒഴിച്ച് നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഈ വാളംപുളി മുഴുവൻ ഞാൻ ഒഴിക്കുക കേട്ടോ. പുളി വേണ്ട പോലെ തോന്നുന്നില്ല. ശർക്കരയും എടുത്തു വെച്ചത് മുഴുവൻ ഒഴിക്കുക. ഈ കുറുകി വന്ന ഗ്രേവിയിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയൊരു ചിക്കൻ ആട്ടോ. ഇത്തിരി പൊടിഞ്ഞു പോയിട്ടുണ്ട്. പൊടിഞ്ഞ് സ്റ്റീം ചെയ്തേ വെച്ചു. അത് കഴിഞ്ഞ് അല്പം 10 മിനിറ്റ് കഴിഞ്ഞാ തുറന്നത്. അതിൻ്റെ ഒരു ഇത് കൊണ്ടാണ് ചിക്കൻ ഇത്രയും പൊടിഞ്ഞു പോയത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വറക്കാൻ വേവിക്കാതെ ചിക്കൻ ഉണ്ടാക്കിയപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഷാലോ ഫ്രൈ ചെയ്തു. പക്ഷേ നമ്മൾ ഈ മധുരവും പുളിയെല്ലാം വന്നതിന് ശേഷം നമ്മൾ അതിൽ ചിക്കൻ ഇട്ടാൽ ചിക്കന് വേവ് വരത്തില്ല. അപ്പം ഇച്ചിരി സോഫ്റ്റും അല്ലാതെ അല്പം കൂടി വെന്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കുക്കറിൽ വേവിച്ചത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്നും കൂടി ശ്രദ്ധിച്ച് കുക്കറിൽ ഒരു സ്റ്റീം വരുത്തിയിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തി, അപ്പം ഒക്കെ നല്ല ഒരു വെറൈറ്റി ഡിഷാണ്. അതുകൊണ്ട് നമ്മൾ ശർക്കരയും വാളംപുളിയും ചേർത്ത് വളരെ ടേസ്റ്റായിട്ടുണ്ടാക്കിയ ഒരു ചിക്കൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. എരിവും വാളംപുളിയും ശർക്കരയും ചേർത്ത ടാമറിൻഡ് ജാഗറി ചിക്കൻ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. നമ്മുടെ ന്യൂ ഇയറിന് എൻ്റെ വക ഒരു പുതിയ ഡിഷ് ഞാൻ സമ്മാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.